ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ ഞാനൊരു ഗ്ലാസ് ബോട്ടിൽ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിൽ ഫുള്ളൊന്ന് ടിഷ്യൂ പേപ്പർ ഒട്ടിച്ച് കൊടുക്കാം. ടിഷ്യൂ പേപ്പർ നന്നായിട്ട് ഞാൻ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഉണങ്ങാനായിട്ട് വെക്കണം. അതിനുശേഷം ഞാനൊരു കാർഡ്ബോർഡിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. കാർഡ്ബോർഡിൻ്റെ പീസിൻ്റെ പുറത്തെ ഒരു ലെയർ നമുക്കിനി പൊളിച്ച് മാറ്റാം, അത് ആവശ്യമില്ല. ഇനി നമുക്കിതിൻ്റെ കുറച്ച് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. കട്ട് ചെയ്ത ശേഷം ഇനി നമുക്കിത് ബോട്ടിലിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. പശ വെച്ചിട്ട് നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇത് കാർഡ്ബോർഡിൻ്റെ പീസ് ആയതുകൊണ്ട് അതിന് കട്ടിയുണ്ട്, അതുകൊണ്ട് അത് ഒട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. നന്നായിട്ട് ഒട്ടിച്ച ശേഷം ഇനി നമുക്ക് ഇതിൽ ഒട്ടിക്കാനായിട്ട് കുറച്ച് ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാം. ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് ന്യൂസ് പേപ്പർ ഇതുപോലെ നീളത്തിൽ വീതി കുറച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം അതിൻ്റെ ഒരറ്റം ഇതുപോലെ ഫ്രണ്ടിലേക്ക് കുറച്ച് ഭാഗം ഒന്ന് മടക്കി കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ ബാക്കിലേക്ക് ഒന്ന് മടക്കി കൊടുക്കുക. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു ഫ്ലവറാണ് കേട്ടോ. നിങ്ങൾക്ക് ന്യൂസ് പേപ്പറിന് പകരം ചാർട്ട് പേപ്പറോ അങ്ങനെ കട്ടി കുറഞ്ഞ എന്ത് പേപ്പർ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി നമുക്ക് ന്യൂസ് പേപ്പർ ഇതുപോലെ ചെറുതായിട്ടൊന്ന് ചുരുട്ടി കൊടുക്കാം. നന്നായിട്ട് ചുരുട്ടണം കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ അത് അഴിഞ്ഞു പോകും. ചുരുട്ടുമ്പോൾ ശ്രദ്ധിക്കുക, ചെറുതായിട്ട് ചുരുട്ടി കൊടുക്കുക. വലുതായിട്ട് ചുരുട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്ലവർ ഉണ്ടാക്കുന്നത് ശരിയാവില്ല. സ്റ്റാർട്ടിങ്ങിൻ്റെ കുറച്ച് ഭാഗം ഒന്ന് ചുരുട്ടി കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് അത് ചുറ്റി കൊടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് ന്യൂസ് പേപ്പർ പുറകിലേക്ക് ചെറുതായിട്ട് മടക്കി കൊടുക്കണം. ഇതേ രീതിയിൽ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഈ ന്യൂസ് പേപ്പർ ഫുള്ളൊന്ന് ചുറ്റിയെടുക്കുക. അങ്ങനെ ഞാൻ ഒരു ഫ്ലവർ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പശ വെച്ച് ഒട്ടിച്ചെടുക്കാം. ഇതുപോലത്തെ ഒരു 3-4 ഫ്ലവർ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഫ്ലവറിൻ്റെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഇനി ഉണ്ടാക്കിയ ഫ്ലവറൊക്കെ ഒന്ന് നമുക്ക് ബോട്ടിലിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. പശ വെച്ച് നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഞാൻ ഫെവിക്കോൾ വെച്ചിട്ടാണ് ഒട്ടിച്ചത്, അതുകൊണ്ട് അത് ഡ്രൈ ആവാനായിട്ട് കുറച്ച് ടൈം എടുത്തു. അപ്പോൾ നിങ്ങളുണ്ടാക്കി കൊടുക്കുമ്പോൾ ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും, അത് വേഗം ഡ്രൈ ആയി കിട്ടും. ഫ്ലവർ ഒട്ടിച്ചത് നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം ബോട്ടിൽ ഞാൻ ഇതുപോലെ കുറച്ച് ബീഡ്സ് ഒട്ടിച്ചു കൊടുത്തു. ഏത് കളർ ബീഡ്സ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഗോൾഡൻ കളർ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ബീഡ്സ് ഇല്ലെങ്കിൽ അതിന് പകരം പരിപ്പോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്തും ചെയ്യാം. ബീഡ്സൊക്കെ ഒട്ടിച്ചത് നന്നായിട്ട് ഡ്രൈ ആയ ശേഷം ഞാൻ ബോട്ടിലിന് താഴ്ഭാഗത്തായിട്ട് കുറച്ച് ചരട് ഒട്ടിച്ച് കൊടുക്കുകയാണ്. ചരടിന് പകരം നമുക്ക് വേണമെങ്കിൽ ന്യൂസ് പേപ്പർ യൂസ് ചെയ്യാം, അതുപോലെ തന്നെ ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്യാം. അത് ചെറുതായിട്ട് ചുരുട്ടിയിട്ട് ഇതുപോലെ പശ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുത്താൽ മതി. ഞാൻ 2 ലെയർ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു ലെയർ ഒട്ടിച്ചപ്പോൾ എനിക്ക് കുറച്ച് കട്ടി കുറവാണെന്ന് തോന്നി, അപ്പോൾ ഞാൻ ഒരു ലെയറും കൂടെ ഒട്ടിച്ച് കൊടുക്കുകയാണ്. താഴ്ഭാഗത്ത് ഞാൻ ഒട്ടിച്ചതിന് ശേഷം ഇതുപോലെ തന്നെ ബോട്ടിലിൻ്റെ മുകൾ ഭാഗത്തും ചെറുതായിട്ടൊന്ന് ചരട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അധികം കട്ടിയിൽ അടുപ്പിച്ചടുപ്പിച്ച് ഒട്ടിക്കുന്നില്ല, ചെറുതായിട്ടൊന്ന് ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഒട്ടിക്കുന്നത്. അങ്ങനെ നമ്മൾ ചരടൊക്കെ നന്നായിട്ട് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. ബോട്ടിൽ ഞാൻ ആദ്യം ബ്ലാക്ക് കളറാണ് കൊടുക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ബ്ലാക്കിന് പകരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കളറ് വേണമെങ്കിൽ മാറ്റി കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. ഞാൻ ഫുള്ള് ബ്ലാക്ക് കളറ് നന്നായിട്ട്
പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗോൾഡൻ കളർ വെച്ചിട്ട് ഒന്ന് ബോട്ടിൽ ഫുള്ളൊന്ന് ഹൈലൈറ്റ് ചെയ്തെടുക്കാം. ഞാൻ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ബ്രഷ് യൂസ് ചെയ്യുന്നില്ല, സ്പോഞ്ച് വെച്ചിട്ടാണ് ഞാൻ പെയിൻറ്റ് അപ്ലൈ ചെയ്യുന്നത്. ബ്രഷ് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഫിനിഷിങ് കിട്ടില്ല. സ്പോഞ്ച് വെച്ച് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കുക, അധികം അങ്ങോട്ട് പ്രസ് ചെയ്യരുത്, ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്ത് പോവുക. അങ്ങനെ നമ്മുടെ ബോട്ടിലിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ്, വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ബോട്ടിൽ വർക്കാണ്. അപ്പോൾ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും ഒന്ന് കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യണം കേട്ടോ. അപ്പോഴേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ ഒരു പുതിയ ക്രാഫ്റ്റുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.